നമസ്തേ. ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ആകാശ റെക്കോർഡിനെ പറ്റിയിട്ടാണ്. ആകാശക്ക് നിങ്ങളിൽ കുറെ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. ചില ആൾക്കാർക്ക് ഇതൊരു പുതിയ അറിവായിരിക്കും. ആകാശ റെക്കോർഡ് ആകാശ ആകാശ റെക്കോർഡ് എന്നുള്ള പേര് വന്നത് സാൻസ്ക്രിറ്റിൽ നിന്നാണ്. ആകാശ എന്നുള്ള ഇതിൽ നിന്നാണ് ഈ ആകാശ റെക്കോർഡ് എന്നുള്ള പേര് വന്നിട്ടില്ല. അപ്പൊ ഈ ആകാശ റെക്കോർഡിലെ കൂടി നമ്മൾക്ക് എന്തെല്ലാം അറിയാൻ പറ്റും? നമ്മുടെ ഈ ഭൂമിയിൽ നമ്മൾ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്, നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള ആ, ജീവിതം ഈ ഭൂമിയിൽ നമ്മൾ നയിച്ചിട്ടുണ്ട്. ചിലപ്പം മൃഗമായിട്ടായിരിക്കും, ചിലപ്പം ആ, ഈച്ചയോ കൃമികളോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടായിരിക്കും, ചിലപ്പോൾ മനുഷ്യരായിട്ടും മൃഗങ്ങളായിട്ടും. അപ്പോൾ ഈ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ഈ ആകാശിക് റെക്കോർഡിലെ പൊടി. പിന്നെ നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലെ മരണം, ഈ മുജ്ജന്മങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ മരിച്ചത്, നമ്മളെ റിലേഷൻഷിപ്പ് ആൾക്കാരായിട്ട് എങ്ങനെയായിരുന്നു, എല്ലാ കാര്യങ്ങളും. പിന്നെ നമ്മുടെ കർമാസിനെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാം കർമാസാണ് നമ്മൾ ചെയ്തു കൂട്ടിയത്, എന്തെല്ലാം നമ്മൾ ഇനി അനുഭവിക്കാനുള്ളത്. അപ്പം അങ്ങനെ പാസ്റ്റ് ലൈഫിലെ എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി പറ്റും. പിന്നെ പ്രസന്റ് ലൈഫിലെ കാര്യങ്ങളും അറിയാൻ വേണ്ടി പറ്റും. ഫ്യൂച്ചറിലെ കാര്യങ്ങളും നമുക്ക് ഇതിനെ കൊണ്ട് അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പം നമ്മളിപ്പം മനുഷ്യന്റെ മാത്രമാണോ അറിയാൻ വേണ്ടി പറ്റുക? അല്ല. നമുക്ക് ഇതിലൂടെ മൃഗങ്ങളെ, നമ്മുടെ വീട്ടിലെ പെറ്റ്സ് എങ്ങനെയായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ, ആരായിരുന്നു, പിന്നെ അതേപോലെ നമ്മുടെ ഈ ആ, വീടിന്റെ ഓൾഡ് എന്താണ്, ഒരു സ്ഥലം അതിന്റെ പൂർവികർ അതെങ്ങനെയാണ് അത് കൈകാര്യം ചെയ്തത്, എന്തായിരുന്നു ആ സ്ഥലം എന്ന കാര്യങ്ങൾ അറിയാൻ പറ്റും. ബിൽഡിങ്സ് ആയിക്കോട്ടെ, എന്ത് സാധനം അതിന്റെ പൂർവികമായ എന്താണോ അത് ഉണ്ടായിരുന്നത്, അതിന്റെ പാസ്റ്റിൽ പാസ്റ്റ് ലൈഫല്ല, പാസ്റ്റിലില്ല, അതിന്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ എന്തിന്റെ ആയിക്കോട്ടെ, ഇപ്പൊ അമ്പലത്തിലായിക്കോട്ടെ, അതിന്റെ പൂർവിക ചരിത്രങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ഇതിലറിയാൻ വേണ്ടി പറ്റുക നമ്മളിപ്പോഴത്തെ ഓരോ പ്രോബ്ലംസ്, നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രോബ്ലങ്ങൾ, റിലേഷൻഷിപ്പ്, മണി ഇഷ്യൂസ്, എന്തോ ആയിക്കോട്ടെ, രോഗങ്ങൾ, ഇതെല്ലാം നമ്മളെ പാസ്റ്റ് ലൈഫായി കണക്റ്റഡ് ആണെന്ന് പറയാം. കാർമിക് അക്കൗണ്ട്സ്, കാർമികപരമായിട്ടാണ് എല്ലാ അസുഖങ്ങളും ഈ പ്രോബ്ലങ്ങളും വരുന്നത്. അപ്പൊ അത് നമ്മൾ കാർമികിലേക്ക്, അതായത് പാസ്റ്റ് ലൈഫിൽ പോയിട്ട് അത് കണ്ടെത്തിയിട്ട് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യും. അപ്പോൾ അധികം ആൾക്കാർ ചോദിക്കും, നമ്മുടെ ഇപ്പൊ പ്രസന്റിലല്ലേ ജീവിക്കുന്നത്, നമ്മുടെ പാസ്റ്റ് എന്തിനാ അറിഞ്ഞിട്ട് കാര്യം? പാസ്റ്റ് അറിഞ്ഞ കാര്യമുണ്ട്. പാസ്റ്റ് അറിഞ്ഞാലാണ് നമ്മളിപ്പോ അനുഭവിക്കുന്ന ഈ പ്രോബ്ലം ആ പാസ്റ്റിൽ ചെയ്ത ഒരു കുറ്റം കൊണ്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ അതിൽ പോയിട്ട് അതെന്താണോ കുറ്റം ചെയ്തത് അതിനിവിടെ പ്രായശ്ചിത്തം ചെയ്താൽ നമുക്ക് അതിന് കാർമിക് ഇഷ്യൂസ് കുറക്കാം. ഇപ്പം നമ്മൾ എക്സാമ്പിൾ ഒരാളെ ഇപ്പം ഇവിടെ കുട്ടികൾ ഉണ്ടാകാത്ത ഒരു ഇഷ്യൂ ആണ്. അത് പാസ്റ്റിൽ നോക്കിയപ്പോ എന്താണ് പ്രശ്നം? അവര് ഒരു വലിയൊരു ബിസിനസ് മാനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ കുറെ ആൾക്കാർ പണിയെടുക്കണം. അപ്പം ലേഡീസിന് ഒരു തരത്തിലില്ല ഈ മെറ്റേണിറ്റി ലീവ് അങ്ങനത്തെ ഒന്നും അനുവദിക്കൂല. അവരോട് മോശമായി പെരുമാറും ഗർഭിണികളോട്. പിന്നെ അതേപോലെ തന്നെ ഒരു മെൻസ്ട്രൽ പീരീഡിലെ പ്രോബ്ലങ്ങൾ ഉണ്ടായാലും അതിനൊന്നും ലീവ് കൊടുക്കൂല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിരുന്നു അവരെ. അപ്പൊ അതുകൊണ്ട് ഈ ജന്മത്തിൽ അവർക്ക് കുട്ടികളെ ആ ഒരു പ്രോബ്ലം ഇഷ്യൂസ് ഉണ്ടായി. അപ്പൊ അതിന് പരിഹാരം ചെയ്ത് കഴിഞ്ഞു. അതിന് പകരമായിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുത്തോണ്ട് അതിലിപ്പോ ഇതായി, കുട്ടികളെല്ലായി. അപ്പം അതുപോലെ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ റിലേഷൻഷിപ്പ് പ്രോബ്ലം, നമുക്ക് എപ്പോഴും റിലേഷൻഷിപ്പ് പ്രോബ്ലം വന്നുകൊണ്ടേയിരിക്കും. ചെക്ക് ചെയ്യാം പാസ്റ്റ് ലൈഫിൽ നമ്മൾ എന്താണ് അതിന് ഇതായി ചെയ്തത്. അത് നമ്മൾ ഇവിടെ അതിന് പരിഹാരം ചെയ്താൽ നമുക്ക് ഒരുവിധം കാര്യങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പം ചില ആൾക്കാരുമായിട്ട് നമ്മളുടെ ബന്ധം, ചില ആൾക്കാർ നമ്മൾ കാണത്തില്ലേ, അവരായിട്ട് എന്തോ ബന്ധമുണ്ട് കഴിഞ്ഞാലും അത് നമുക്ക് ഇതിലേക്കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, അവരായിട്ട് നമ്മൾ എന്തായിരുന്നു ബന്ധം. പിന്നെ നമ്മുടെ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഇഷ്യൂസിനെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ കാര്യങ്ങൾ, ആ കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും.
പക്ഷെ ഇതിന് എന്താണെന്ന് പറഞ്ഞാൽ ഇത് പഠിക്കുന്നതിന് മുമ്പ് കാര്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പൂർണ്ണമായും സജ്ജരായിരിക്കണം. ഇതിന് ലോട്ട് ഓഫ് പ്രാക്ടീസ് ആവശ്യമാണ്. ഒരുപാട് പ്രാക്ടീസ് ആവശ്യമാണ്. നമ്മൾ ശരിക്കും ക്ലാസ്സിൽ ഇതൊരു തിയറി ബേസ്ഡ് ക്ലാസ് അല്ല, പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ പ്രാക്ടിക്കലി ചെയ്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആയാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലാസ്സിൽ ചെയ്യും, പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം. പിന്നെ ഇത് എങ്ങനെയാണ് ആകാശ റെക്കോർഡ് നമ്മൾ കാണുന്നത്? നമ്മുടെ ക്ലെയർവോയൻസ്, അതായത് ക്ലെയർവോയൻസ് നമുക്കില്ല, ഇപ്പം ചില ആൾ പറയില്ല നമ്മളെ സിക്സ്ത് സെൻസ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആ എബിലിറ്റി, അതിനെ നമ്മൾ വികസിപ്പിച്ചെടുത്ത് നമ്മൾ അതായത് ഒരു ഒരു റെക്കോർഡ് ബുക്ക് ഉണ്ട് എന്ന് പറയുന്നത്. അതായത് നമ്മളെ എല്ലാ ആൾക്കാരെയും ഈ ഭൂമിയിൽ ജീവിക്കുന്ന എന്ത് ഇതിൻ്റെയും ഡീറ്റെയിൽസ് യൂണിവേഴ്സിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ റെക്കോർഡ് നമ്മൾ എക്സസ് ചെയ്യും. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നില്ലേ ചിത്രഗുപ്തന്റെ കണക്ക് പുസ്തകം എന്നെല്ലാം പറയുന്നില്ല. ഈ കണക്ക് പുസ്തകം എന്ന് പറഞ്ഞാൽ ആ സാധനമാണ് ഇത് ആകാശ റെക്കോർഡ്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇതിൽ ചിത്രഗുപ്തനല്ല, നമ്മൾ ഇതിൽ അദ്ദേഹത്തെ വിളിക്കാം. നമ്മൾ ഇതിൽ ആർക്കേഞ്ചൽ മെറ്റാട്രോൺ ആണ് നമ്മളെ ഇതിൽ ഹെൽപ്പ് ചെയ്യുന്നത്. അദ്ദേഹമാണ് ഈ ഡീറ്റെയിൽസ് എല്ലാം വെക്കുന്ന ആൾ. അപ്പൊ നമ്മൾ അദ്ദേഹത്തോട് ഇവിടുന്ന് നമ്മൾ ലൈബ്രറിയിലേക്ക് മെഡിറ്റേഷൻ ചെയ്ത് ആ ലൈബ്രറിയിലേക്ക് കയറിപ്പോയി. അപ്പൊ ആ ലൈബ്രറിയിൽ നമ്മൾ ഇരുന്ന് നമ്മൾ ആരാണോ അദ്ദേഹത്തിന്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞതിന് ശേഷം ആർക്കേഞ്ചൽ മെറ്റാട്രോണിനോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യും അദ്ദേഹത്തിന്റെ ആ ബുക്ക് കൊണ്ടുവരാൻ. അപ്പൊ അത് കൊണ്ടുവന്ന് നമ്മൾ ആ പേര് ഇതും പറഞ്ഞ് നോക്കുമ്പോൾ അതിൽ എന്താണോ ചോദ്യം, നമ്മൾ ആദ്യം ചോദ്യം റെഡിയാക്കും. അവിടെ എത്തിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം ആ ബുക്കുകളിൽ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ആ പിക്ചറായിട്ട് നമുക്ക് കാണാൻ പറ്റും അവിടെ. അങ്ങനെയാണ് നമ്മൾ അത് കഥ പോലെ ആയിട്ട് നമ്മൾ എടുത്തിട്ടാണ് ഇവിടെ പറയാം. ഇന്ന കാരണങ്ങൾ, ഇന്നയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാം. അങ്ങനെയാണ് റീഡിങ് സംഭവിക്കുക. പിന്നെ അതിന് ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്, അതിൽ ഒരുപാട് പ്രൊട്ടക്ഷൻ ഇടണം, പ്രേയേഴ്സ് ഉണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. ഞാൻ സിമ്പിൾ ആയിട്ട് ചുരുക്കിയിട്ട് പറഞ്ഞ് എന്നേയുള്ളൂ. അപ്പൊ അതിന് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ ഏഞ്ചൽസ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏഞ്ചൽസ് മെയിൻലി മെറ്റാട്രോൺ. അപ്പൊ ഏഞ്ചൽ മെറ്റാട്രോണിന്റെ അറ്റ്യൂൺമെന്റ് ഉണ്ട്, പിന്നെ ആകാശ റെക്കോർഡിന്റെ അതിന്റെ ഒരു അറ്റ്യൂൺമെന്റ്, പിന്നെ ആകാശിക് ഏഞ്ചൽസ് അവരെ അറ്റ്യൂൺമെന്റ് ഉണ്ടാവും ഈ ക്ലാസ്സിൽ. പിന്നെ ഇതില് നമ്മൾ പഠിക്കുന്ന കർമ്മനെ പറ്റിയിട്ട്, കർമ്മ എന്താണ്, കർമ്മ എങ്ങനെയാണ്, അതിന്റെ കാര്യങ്ങൾ നമ്മൾ ഇതിൽ പഠിക്കും. പിന്നെ ആകാശ റെക്കോർഡ് എന്തിനെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, പിന്നെ അതുപോലെ എന്തെല്ലാം ഇൻഫർമേഷൻസ് നമുക്ക് ആകാശ റെക്കോർഡിൽ നിന്ന് കിട്ടും എന്ന കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മൾ എങ്ങനെയാണ് ഇൻഫർമേഷൻ, ആ ഡീറ്റെയിൽസ് റിസീവ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ ആർക്കൊക്കെ ഇത് പഠിക്കാൻ പറ്റും, അതിനെപ്പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇത് ആർക്കൊക്കെ പഠിക്കാൻ വേണ്ടി പറ്റും? ഇപ്പം നമ്മൾ എക്സാമ്പിൾ നമ്മളെല്ലാവരും ചെയ്ത് നോക്കുക. നമ്മളൊരു ബസ്സിൽ ഇപ്പം നമ്മൾ കണ്ണടച്ചിരുന്ന് ഒരു ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യും. നമ്മൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടി പോവുക. അപ്പൊ നമ്മൾ ബസ് സ്റ്റോപ്പിൽ നമ്മൾ കാണുക, നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി, നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ ബസ് അങ്ങനെ വരുന്നു, നമ്മൾ കാണുന്നു, ബസ്സിന്റെ ഡോറ് തുറക്കുന്ന ഒച്ച കേൾക്കുന്നു, നമ്മൾ ബസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നു. ബസ്സിൽ ഒരു സീറ്റ്, നമുക്ക് സൈഡ് സീറ്റ് നമുക്ക് കിട്ടുന്നു. ഇപ്പം ബസ്സിൽ ഡബിൾ ബെല്ലടിക്കുന്ന ഒച്ച കേൾക്കുന്നു. അതിനുശേഷം നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ നല്ല കാറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നു, നമ്മൾ ബസ്സിലെ സൗണ്ടുകൾ നമുക്ക് കേൾക്കുന്നു. പിന്നെ നമ്മൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഇപ്പോൾ ഒരാള് ഈ മധുരയിൽ ഒരു മിഠായി കൊണ്ടുപോകും. അപ്പൊ നമ്മൾ അത് മേടിച്ച് വായലേക്ക് ഇട്ട് അതിന്റെ ആ മധുരം നമ്മൾ ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഫീൽ ചെയ്തിട്ട് ഇതൊക്കെ ചില ആൾക്കാർക്ക് ഇത് മൊത്തമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളും. ഇതിൽ ടോപ്പാണ്. പക്ഷെ ഇത് ചില ആൾക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല, അങ്ങനത്തെ ആളും ഈ റീഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇതില്ലത് കൊണ്ട് റീഡ് ചെയ്യാൻ പറ്റൂല അങ്ങനെ ഇല്ല. ഇതില്ല ആൾക്ക് പെട്ടെന്ന് ഇത് സാധിക്കും. നിങ്ങളപ്പോ ഇത് ചെയ്തു നോക്കുക, ഇങ്ങനെ പറ്റുന്നുണ്ടോ, എന്തെല്ലാം പറ്റുന്നത്, എന്തൊക്കെയാണ്. എനിക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്, ചിലർക്ക് കാണാൻ പറ്റൂല ആ പിക്ചർ. ചിലർക്ക് പിക്ചർ കാണാൻ പറ്റും, സൗണ്ട് കേൾക്കാൻ പറ്റില്ല. ചിലർക്ക് ആ ടേസ്റ്റ് കിട്ടും, അത് ഇതാക്കാൻ പറ്റും.
അപ്പൊ അങ്ങനെ ഓരോന്ന് എന്തെങ്കിലും ഒന്ന് ഉണ്ടെങ്കിലും നമുക്കിത് ചെയ്യാം. അതിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടായാൽ മതി. നമുക്ക് ടേസ്റ്റ് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ സൗണ്ട് കേട്ടാൽ മതി, അല്ലെങ്കിൽ കണ്ടാൽ മതി. അല്ലെങ്കിൽ ചില ആൾക്ക് ഐഡിയാസ് ആയിട്ട് വരിക ഇങ്ങനെ ഡൗൺ, അതായത് അതിന്റെ കാര്യങ്ങൾ നമുക്ക് മൈൻഡിൽ ഇത് ചെയ്യാം. അങ്ങനെയുള്ള ഇതുകൊണ്ട് നമുക്ക് ഈ സംഗതികൾ റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം ഇതിനെ നമ്മൾ ഒരു ഇത് എക്സ്പെക്ടേഷൻ ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെയായിരിക്കും, അങ്ങനെയായിരിക്കും, ഇതുകൊണ്ടായിരിക്കും എന്നുള്ള ഒരു എക്സെപ്റ്റേഷൻ നമ്മൾ ഇതിൽ വെക്കാൻ വേണ്ടി പാടില്ല. നമ്മൾ ഫ്രീ ആയിട്ട് നമ്മളാരിപ്പം നമ്മളെ സ്വന്തക്കാരെ ആരെങ്കിലും നോക്കുന്നെങ്കിൽ നമ്മൾ വിചാരിക്കണം അയ്യോ അവർക്ക് ബുദ്ധിമുട്ട് കാണുന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് നമ്മൾ പുറത്ത് വന്നിട്ടാണ് ഇത് നോക്കേണ്ടത്. അവർക്കില്ല ആ ബുദ്ധിമുട്ട് നമ്മൾ പുറത്ത് നിന്നിട്ട് ഇമോഷണൽ ഇതിൽ നിന്ന് പുറത്ത് നിന്നിട്ടാണ്. അങ്ങനെ ഇമോഷണൽ ആയിട്ട് കാണുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. നമ്മൾ അതിൽ നിന്ന് പുറത്ത് നിന്നിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ അതുപോലെ ആകാശിക റെക്കോർഡ് ഓപ്പൺ ചെയ്യാൻ ഉണ്ട്, ചില ഘട്ടങ്ങളിൽ ഓപ്പൺ ചെയ്യാൻ പാടില്ല. അതിന് കുറെ റൂൾസ് ഉണ്ട്. പിന്നെ അതുപോലെ ഏതെല്ലാം നമ്മുടെ ശാരീരിക പ്രശ്നങ്ങളിൽ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പാടില്ല. ഓക്കെ. ഒരു ക്ഷീണിതനായിരിക്കുമ്പോൾ, നമുക്ക് ഉറപ്പ് വരുമ്പോൾ, ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ ആകാശത്തിൽ സ്ട്രഗിൾസ് ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ബ്ലോക്കേജുകൾ ഉണ്ടാവും. അതൊക്കെ എങ്ങനെ നമ്മൾ തരണം ചെയ്യാം. ഓക്കെ. പിന്നെ അതുപോലെ ക്വസ്റ്റ്യൻസ്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം, എന്തൊക്കെ ടൈപ്സ് ഓഫ്, എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റൂല. അപ്പോൾ ചില അതിനെ പറ്റി ഒരു കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി എന്തൊക്കെ ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ഒരാൾ നിങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ള ക്വസ്റ്റ്യൻ വെച്ചാൽ അതിനെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ നമ്മളൊരു ക്വസ്റ്റ്യൻ അതിൽ ഉണ്ടാക്കും. പിന്നെ അതുപോലെ ഈ ബുക്ക് ഓപ്പൺ ചെയ്യുന്നതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പിന്നെ ക്ലോസ് ചെയ്യുന്നതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. പിന്നെ അതുപോലെ നമ്മുടെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ എഡിറ്റ് ചെയ്ത ആ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ കർമ്മയില് അതായത് നമുക്ക് അതായത് കർമ്മ റിമൂവ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് റിമൂവ് ചെയ്യാൻ പറ്റാത്ത കർമാസ്. അപ്പൊ റിമൂവ് ചെയ്യുന്ന പറ്റുന്ന കർമാസിനെ നമുക്ക് ഇതിലൂടെ റിമൂവ് ചെയ്തിട്ട് അവിടെ നമുക്ക് ചേഞ്ചസ് ഉണ്ടാക്കും. ചെയ്യാൻ പറ്റാത്തത് അതിൽ ഓൾറെഡി മനസ്സിലാവും, നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റൂല. പക്ഷെ ഇപ്പൊ നമുക്കൊരു പ്രോബ്ലം കണ്ട അതിന്റെ ഒരു എന്താ പറയാ നമുക്ക് സൊല്യൂഷൻസ് അതും ഇതിൽ നിന്ന് തന്നെ പറഞ്ഞു തരും. നമ്മൾ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണോ അതിന്റെ സൊല്യൂഷൻസ് അത് നമുക്ക് അതിൽ തന്നെ അറിയാം. പിന്നെ നിങ്ങളെ ഗാർഡിയൻ ഏഞ്ചൽസ് ആരാന്ന് ഇതിൽ നോക്കി അറിയാൻ പറ്റും. നിങ്ങളെ ആർക്കേഞ്ചൽ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആർക്കേഞ്ചൽ ആരാണെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ പറയാൻ പറ്റും. നിങ്ങളെ സ്പിരിറ്റ് ഗൈഡ്സിനെ അറിയാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് സപ്പോർട്ടായി നിൽക്കുന്ന ദേവതകൾ അല്ലെങ്കിൽ ഡൈറ്റീസ് ആരൊക്കെയാണ്, എന്താണ്, എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഫ്രണ്ട്സിനെ അറിയാൻ വേണ്ടി പറ്റും, നിങ്ങളെ ശത്രുക്കളെ അറിയാൻ വേണ്ടി പറ്റും. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇതിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ. പിന്നെ അതുപോലെ നമ്മുടെ പാസ്റ്റ്, ചില ആൾക്കാരെ പാസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് എഡിറ്റ് ചെയ്യാം. അപ്പൊ അതിനെല്ലാം കുറെ റൂൾസും റെഗുലേഷൻസും ഉണ്ട്, അതിന്റെ തിരിച്ചടികളും ഉണ്ട്. അപ്പൊ എല്ലാവരും അതിനുവേണ്ടി പാസ്റ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആരും നിൽക്കത്തില്ല. അപ്പൊ അങ്ങനെ ചെയ്യാം. അല്ല സോറി, പാസ്റ്റിലെ ഫ്യൂച്ചർ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ട്. പാസ്റ്റിൻ്റെതും നമുക്ക്, അതായത് നമ്മളിപ്പം ഈ ജന്മത്തില് ഇപ്പൊ ചില ആൾക്ക് ഈ വെള്ളത്തിനെ ഭയങ്കര പേടിയായിരിക്കും. അപ്പൊ നമ്മൾ പാസ്റ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞ ജന്മത്തിൽ ശേഷം വെള്ളത്തിൽ വീണ് മരിച്ച ആളായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് എഡിറ്റ് ചെയ്യും, അയാൾ ആ വെള്ളത്തിൽ വീണ് മരിച്ചില്ല, അയാൾ മരിച്ചത് വേറെന്തെങ്കിലും രീതിയിലാണെന്ന്. അപ്പൊ എന്താവും ഇവിടെ ഭയം അദ്ദേഹത്തിനെ വിട്ടു അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഇത് PLR-ഉം ഈ ആകാശ റെക്കോർഡ് ഏകദേശം ഒരേ ടൈപ്പ് ചെയ്യാനാണ്. പക്ഷെ എങ്കിൽ PLR-ൽ ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ നമുക്ക് ആകാശ റെക്കോർഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ആകാശത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയാണ്. PLR ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ആകാശത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ മെഡിക്കൽ ഇഷ്യൂസ്, എന്തൊക്കെയാണ് മെഡിക്കൽ ഇഷ്യൂസ് കാര്യങ്ങൾ, അതെന്തുകൊണ്ടാണ് വരുന്നത്, അതിനുള്ള സൊല്യൂഷൻസ് എന്താണ് എന്ന കാര്യങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്യൂച്ചർ എന്താണ്, അതെല്ലാം ഇതിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ആകാശിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ. പക്ഷെങ്കിൽ ഇതില് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്താ പറയാ റൂൾസ് ഉണ്ട്. അതിന് വിപരീതമായിട്ട് ആയിരിക്കും ഇതിൽ നിന്ന് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആ റൂൾസ് പ്രൊസീജിയർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൽ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ
ഇതിൽ പഠിക്കാൻ വരുന്ന ആൾക്കാർക്ക് എന്താണ് പറയാനില്ലെന്നാണ്, ആൾക്കാരോട് എന്താ പറയാനില്ലെന്നാണ്. നിങ്ങൾ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ട് വരരുത്. എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് ഞാനിത് പഠിക്കാം, അങ്ങനെയല്ല. നമ്മളെല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് നമുക്ക് വേണം. ആ, നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഇത് പഠിക്കുക എന്നില്ല, അങ്ങനെ ഒരു ചിന്താഗതിയിൽ വന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ചില സമയം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇത് കണ്ടില്ലെങ്കിൽ നിങ്ങൾ ആകെ ഇതാവും. എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ നിന്ന് നോക്കാൻ പറ്റിയെന്നില്ല. ചില കാര്യങ്ങൾ ബ്ലോക്കേജ് ഉണ്ടാവും. അത് ദൈവികമായ ഒരു ശക്തി തന്നെ അതിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവും. അല്ലെ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള എനർജീസ് അതിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയെല്ലാം പലതും നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓപ്പൺ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും അറിയാൻ വേണ്ടി പറ്റും. ആ, പിന്നെ നമ്മുടെ സോള് ഇപ്പം നമ്മൾ മരിച്ചുപോയ ആൾക്കാർ നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടോ, സോളിനെ വിളിച്ചു വരുത്തിയിട്ട് നമുക്ക് അവരോട് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഇതിലുണ്ട്. അത് സോളിനെ വിളിച്ചു വരുത്തിയിട്ട് നമുക്ക് അവരോട് കാര്യങ്ങൾ ചോദിക്കാനുള്ള ഇത്. ഇപ്പൊ ഇനി എക്സാമ്പിൾ, നിങ്ങൾക്ക് സോളിനെ വിളിച്ചു വരുത്താൻ പേടിയാണെങ്കിൽ നമുക്ക് അതിനുള്ളതും സൊല്യൂഷൻ ആകാശക്ക് പോയിട്ട് തന്നെ ചോദിച്ചാലും മതി. ഇന്നേ സോളിന്റെ ഇന്നേ കാര്യങ്ങൾ ചോദിച്ചാൽ അതും അറിയാൻ വേണ്ടി പറ്റും. അതിനുള്ള സൊല്യൂഷൻസ് ഉണ്ട്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാത്തിനും പ്രൊട്ടക്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ നല്ല ഡെഡിക്കേഷനോടുകൂടി പ്രാക്ടീസ്, എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. ഒരു ദിവസം ഒരു ദിവസം തുടർച്ചയായിട്ട് എല്ലാ ദിവസവും മുടങ്ങാണ്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ ഉള്ളിലെ ക്ലെയർവോയൻസ് എല്ലാം വർദ്ധിക്കാൻ വേണ്ടി തുടങ്ങും. പിന്നെ നിങ്ങൾക്ക് സ്ലോലി 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 ഇതിൽ എക്സ്പേർട്ട് ആവാൻ വേണ്ടി പറ്റും. കാരണം ഇതിൽ എക്സ്പേർട്ട് ആയാൽ നിങ്ങൾക്ക് ഒരുവിധം എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഇപ്പം ആകാശിക്ക് നോക്കുന്ന ആൾക്കാർ അധികമൊന്നും ഇല്ല. നോക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ നിങ്ങൾ നല്ലൊരു എക്സ്പേർട്ട് ആയാൽ നിങ്ങൾക്ക് ആ ഒരു ഇതിൽ നല്ല ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു, എന്തായിരുന്നു നിങ്ങൾ ചെയ്ത്, ആ കഥകളെല്ലാം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആകാശ റെക്കോർഡിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളൊരു ആവശ്യത്തിന് വേണ്ടി മാത്രമേ പഠിച്ചുകൊണ്ട് കാര്യമില്ല. നിങ്ങളിത് ഫുൾ ഡെഡിക്കേഷനോടുകൂടി പഠിക്കാൻ വേണ്ടി താല്പര്യമെങ്കിൽ മാത്രമേ ഇത് പഠിച്ചിട്ട് കാര്യമുള്ളൂ. ഓക്കെ. അപ്പൊ എന്നാലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യും. താങ്ക് യു.